ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. നമ്മൾ എക്സാമിനോട് തൊട്ടടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടംപററി ഇന്ത്യ, അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ വേൾഡ്, ഇതിൻ്റെയൊക്കെ പേപ്പറുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൻ്റെ തുടങ്ങിയിട്ടില്ല അല്ലേ. അപ്പം നമ്മുടെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൻ്റെ PYQ ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തിലാണ് ഏറ്റവും കുറവ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് വരെ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷം വരെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് വരത്തുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ റെഡിങ്ങിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ അല്ലാത്തത് റിപ്പീറ്റഡ് ആണ്, പക്ഷേ 2 തവണയിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ essay ക്വസ്റ്റ്യൻസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ എഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ അതിലെ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയായിരുന്നു. ഇത് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് അല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് essay ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയിലും അതുപോലെ തന്നെ ഷോർട്ട് ആൻസറിലും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് കാൾ മാർക്സ് ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം. ഇത് നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ എക്കണോമിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ കാൾ മാർക്സിനെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം എക്കണോമിക്സിലുള്ള ആൾക്കാരാണ്. അപ്പം ക്യാപിറ്റലിസം, കൊളോണിയലിസം ഇതൊക്കെ ഇക്കണോമിക് ടേമുകളാണ്. അപ്പം എക്കണോമിക്സിൻ്റെ ഒരു ബേസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കാൾ മാർക്സ് ക്യാപിറ്റലിസത്തിനെ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, കാൾ മാർക്സ് ക്യാപിറ്റലിസത്തെ ക്രിട്ടിസൈസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ഒരു റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന essay ക്വസ്റ്റ്യൻ. ഇതും പലതവണ പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. essay ക്വസ്റ്റ്യൻ അല്ലാതെ ഷോർട്ട് essay ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കാൾ മാർക്സിൻ്റെ ക്യാപിറ്റലിസത്തെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്, അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് കൺസോളിഡേഷൻ ഓഫ് നാഷണൽ ബ്യൂറോക്രസീസ് ഇൻ ലാറ്റിൻ അമേരിക്ക ആൻഡ് ലെഫ്റ്റ് റിയാക്ഷൻസ് എഗെയിൻസ്റ്റ് ഇറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ examine the contributions of Frantz Fanon on the study of colonialism. ഫ്രാൻസ് ഫാനോൺ അദ്ദേഹത്തിൻ്റെ കൊളോണിയലിസത്തെക്കുറിച്ച് പഠനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്ന് എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ദ പ്രോസസ് ഓഫ് സിവിലൈസിങ് ദ കോളനീസിനെ സിവിലൈസ് ചെയ്യുന്നതിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പങ്ക് എന്താണ്. ഈ ക്രിസ്ത്യൻ മിഷണറീസിനെ കുറിച്ചും കോളനിയിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും ഷോർട്ട് essay ക്വസ്റ്റ്യനിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഇത്രയുമാണ് essay ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടെ നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഷോർട്ട് essay ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് മേജർ ഇൻവെൻഷൻസ് ഹാപ്പൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് essay ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് അതിനെ കണ്ടുപിടിച്ചത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫീൽഡിനെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഓരോ ഫീൽഡിലും എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് സ്പെസിഫൈ ചെയ്തും ഒരു
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും ഷോർട്ട് എസ്സേ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. Then second question എന്ന് പറയുന്നത് the opinion of Rosa Luxemburg on free trade, tariff and imperialism. റോസ് ലക്സംബർഗ് ഫ്രീ ട്രേഡിനെ കുറിച്ചും താരിഫ് ആൻഡ് ഇമ്പീരിയലിസത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇമ്പാക്ട് ഓഫ് മിഷനറി ആക്ടിവിറ്റീസ് ഇൻ കോളനീസ്. നമ്മൾ നേരത്തെ എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് ദ ഇമ്പാക്ട് ഓഫ് മിഷനറി ആക്ടിവിറ്റീസ് ഇൻ കോളനീസ്. ദെൻ ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ ഫോർ ദ ഇൻഡിജീനിയസ് പീപ്പിൾ ഇൻ കോളനീസ്. കോളനികളിലെ പ്രദേശവാസികൾ അവരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു അവർ നേരിട്ടിരുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് എസ്സേ ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ ഹൗ ഡിഡ് ഫിനാൻസ് ക്യാപിറ്റലിസം ആൻഡ് എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ലീഡ് ടു ഇമ്പീരിയലിസം അക്കോർഡിംഗ് ടു ഹിൽഫ്രെഡി. ഹിൽഫ്രെഡിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഫിനാൻസ് ക്യാപിറ്റലിസവും എക്സ്പോർട്ട് ക്യാപിറ്റലിനെ ഇമ്പീരിയലിസത്തിലേക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഹിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ വിവരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് ടേമുകൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും പറഞ്ഞിരുന്നു. ആ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫ്യൂഡലിസം, ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്യൂഡലിസം, കൊളോണിയലിസം, മെർക്കന്റിലിസം, അതുപോലെ കുറച്ച് ടേമുകളുണ്ട് അല്ലേ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചേക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ടേമുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂഡലിസത്തിന് ഡെഫിനിഷൻ, ഡിഫൈൻ ഫ്യൂഡലിസം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കൊളോണിയലിസം, മെർക്കന്റിലിസം ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ എക്കണോമിക് ടാപ്പ് റൂട്ട് ഓഫ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തിന്റെ എക്കണോമിക് ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്യാപിറ്റലിസം ഇൻ ദ ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പെനലോപ്പ് ആൻതിയാസ്. ദെൻ ഹോബ്സൺ തിയറി ഓഫ് ഇമ്പീരിയലിസം. ഹോബ്സൺ തിയറി ഓഫ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഹോബ്സൺ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആരാണ് ഹോബ്സൺ എന്ന് പറയാൻ. ദെൻ അതുപോലെ തന്നെ തിയറി ഓഫ് ഇമ്പീരിയലിസം, ഹോബ്സൺ തിയറി ഓഫ് ഇമ്പീരിയലിസം, ഹോബ്സന്റെ തിയറി ഓഫ് ഇമ്പീരിയലിസം എന്താണ് എന്നും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്യൂറോക്രസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്യൂറോക്രസീസ് ചോദിച്ചിട്ടുണ്ട്. ദ പില്ലാർ ഓഫ് സാലറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസ് മറ്റ് പേപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഉണ്ട് എങ്കിലും കുറവാണ്. പക്ഷെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്യാതെ പോകരുത്. എല്ലാ ടോപ്പിക്കുകളും തന്നെ കവർ ചെയ്തിട്ട് വേണം പോകുവാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടോപ്പിക്കുകളൊന്നും വിട്ടു പോകരുത്. ഓക്കെ, താങ്ക് യു.